ഈ 4 ഫിത്നകളും അതിന്റെ പരിഹാരവും പഠിപ്പിച്ചുകൊണ്ടാണ് ഈ സൂറത്ത് കടന്നുപോകുന്നത്. സൂറത്തിന്റെ ആദ്യ ഭാഗത്തുള്ള തഫ്സീർ നമ്മൾ പഠിക്കുകയാണ്. ഈ സൂറത്തുൽ കഹ്ഫിന്റെ തൊട്ടു മുമ്പുള്ള സൂറത്തിന്റെ പേര് സൂറത്തുൽ ഇസ്റാ. സൂറത്തുൽ ഇസ്റാ തുടങ്ങുന്നത് സുബ്ഹാനല്ലാഹ് കൊണ്ട്, സൂറത്തുൽ കഹ്ഫ് തുടങ്ങുന്നത് അൽഹംദുലില്ലാഹ് കൊണ്ട്. സുബ്ഹാനല്ലാഹി ബുദിഅത് ബിഹാ സൂറത്തുൽ ഇസ്റാ വഅൽഹംദുലില്ലാഹ് ബുദിഅത് ബിഹാ സൂറത്തുൽ കഹ്ഫ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ സ്തുതികളിൽ ഏറ്റവും വലിയ സ്തുതിയാണിത്. സുബ്ഹാനല്ലാഹയും അൽഹംദുലില്ലയും. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ നീ എല്ലാറ്റിനേക്കാളും പരിശുദ്ധനാണ്, നിന്റെ പരിശുദ്ധിയിൽ ഒരു കളങ്കവുമില്ല പടച്ചവനെ. ഞങ്ങൾക്ക് മനസ്സിലായതും മനസ്സിലാവാത്തതുമായ ലോകങ്ങളിലെല്ലാം നീ പരിശുദ്ധനാണ്. അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ചെയ്തതെന്ന നിഅമത്തുകൾക്ക് മുഴുവനും ഞാൻ നിനക്ക് ശുക്ർ ചെയ്യുന്നു റബ്ബേ, നിനക്ക് നന്ദി ചെയ്യുന്നു അല്ലാഹുവേ. ഹംദ് എന്ന് പറയുന്നത് ഒന്നിലേറെ വ്യാപകമായ അല്ലാഹുവിന്റെ നിഅമത്തുകൾക്കാണ് ഹംദ് ചെയ്യുക. നമ്മൾ ശുക്ർ ചെയ്യും, അല്ലാഹുവിനെ ശുക്ർ ചെയ്യും, നന്ദി ചെയ്യുന്നു പറയും. നന്ദി ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകമായ 1-2 കാര്യങ്ങൾ, എണ്ണപ്പെട്ട ഉപകാരങ്ങൾക്കാണ് നമ്മൾ നന്ദി ചെയ്യുക. നേരെ മറിച്ച് വ്യാപകമായ അല്ലാഹുവിന്റെ നിഅമത്തുകൾക്കാണ് നമ്മൾ ഹംദ് പറയാ. അല്ലാഹുവിനോട് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ എല്ലാ സ്തുതികളും അർഹിക്കുന്നത് നിനക്ക് മാത്രമാണ്. അൽ ഹംദു എന്നാണ്, ഹംദ് എന്ന് മാത്രമല്ല, അൽ ഹംദ്, എല്ലാ തരത്തിലുള്ള സ്തുതിയും നിനക്കാണ് പടച്ചവനെ. നമുക്കൊരാൾ ഇത് 10 രൂപ തന്നു എന്ന് വിചാരിക്കാം. നമ്മൾ അയാളോട് നന്ദി പറയുന്നു. എന്തിന് നന്ദി പറഞ്ഞു? അയാൾ ഇത് തന്നല്ലോ, അയാൾ എനിക്കൊരു ഉപകാരം ചെയ്തല്ലോ. സത്യത്തിൽ ആ മനുഷ്യന്റെ കൈ അനങ്ങിയത് ആര് കൊടുത്ത കഴിവാണ്? അല്ലാഹു കൊടുത്ത കഴിവാണ്. ആ മനുഷ്യന്റെ സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ഓഹരി തരണമെന്ന് തോന്നിപ്പിച്ചതാരാണ്? അല്ലാഹുവാണ്. അയാൾക്ക് ജോലിക്ക് കച്ചവടമോ ലാഭമുണ്ടാവാനോ ജോലിയിൽ ശമ്പളം കിട്ടാനോ കാരണക്കാരനായ മുസബ്ബിബാരാണ്? അല്ലാഹുവാണ്. ആ മനുഷ്യന്റെ ശരീരം അനങ്ങിയപ്പോഴാണ് ഇത് കിട്ടിയത്. ആരാണ് ആ ശരീരത്തെ അനക്കിയത്? അല്ലാഹുവാൻ. ഇങ്ങനെ നോക്കിയാൽ ഏതൊരു നന്ദിയുടെയും ഉടമസ്ഥൻ അല്ലാഹുവാൻ. നമ്മളൊരു മനുഷ്യന് നന്ദി ചെയ്താൽ ആ നന്ദി കൊണ്ടൊക്കെ അതിന്റെ അങ്ങേയറ്റത്തെ കദാലിക ശുക്രി യഹ്താജു യഷ്കുറു. ഒരു നന്ദി ചെയ്താൽ ആ നന്ദിക്ക് പകരം അല്ലാഹുവേ നന്ദി ചെയ്യാൻ നീ എന്നെ അനുഗ്രഹിച്ചല്ലോ റബ്ബേ, അതിന് നന്ദി പടച്ചവനെ. അത് പറയാൻ നീ എന്നെ അനുഗ്രഹിച്ചല്ലോ, അതിന് നന്ദി അല്ലാഹുവേ. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ശുക്ർ, ഒരു ശുക്രിന് പകരം കൊടുക്കേണ്ടി വരും എന്ന് ഉലമാ പറയാറുണ്ട്. എല്ലാ നന്ദിയും അല്ലാഹുവിനാണ്. അൽഹംദുലില്ലാഹ്, എല്ലാം അല്ലാഹുവിനാണ്. 5 സൂറത്തുകളാണ് അൽഹംദു കൊണ്ട് തുടങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കഴിഞ്ഞാൽ പിന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന 5 സൂറത്തുകളിൽ 3-ാമത്തെ സൂറത്താണ് വിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ്. ഇതിന് ഏറ്റവും വലിയ അത്ഭുതം സൂറത്തുൽ ഇസ്റാ അവസാനിക്കുന്ന അവസാനത്തെ ആയത്ത് നോക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا. بسم الله الرحمن الرحيم الحمد لله الذي أنزل على عبده الكتاب. സൂറത്ത് അവസാനിച്ചത് ഹംദ് കൊണ്ടാണ്. സൂറത്തുൽ കഹ്ഫ് ആരംഭിക്കുന്നതും ഹംദ് കൊണ്ടാണ്. സൂറത്തുൽ ഇസ്റാഇന്റെ അവസാന ഭാഗം, അവസാനത്തെ ആയത്ത്, ഇസ്റാ സൂറത്ത് തുടങ്ങുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, സുബ്ഹാനല്ലാഹ് കൊണ്ട് തുടങ്ങി അവസാനിച്ചത് വഖുലിൽ ഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയണേ നബിയേ. അല്ലദീ ലം യത്തഖിദ് വലദാ, അല്ലാഹു മക്കളെ ഉണ്ടാക്കിയവനല്ല. അല്ലാഹു തആലാക്ക് മക്കളില്ല. വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്കി, അവന്റെ അധികാരത്തിൽ പങ്കുകാരുമില്ല. അങ്ങനത്തെ അല്ലാഹുവിന് അൽഹംദുലില്ലാഹ് എന്ന് പറയണം നബിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ഹംദ് പറയണേ നബിയേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അൽഹംദുലില്ലാഹ് എന്നതിന് മറുപടി പറയണം. ആ മറുപടിയാണ് തൊട്ടടുത്ത സൂറത്തിന്റെ ആരംഭം, അൽഹംദുലില്ലാഹ്. സൂറത്തുൽ ഇസ്റാ അവസാനിക്കുന്നത് അൽഹംദ് കൊണ്ട്, സൂറത്തുൽ കഹ്ഫ് ആരംഭിക്കുന്നതും അൽഹംദ് കൊണ്ട്. അല്ലാഹുവിനാണ് റബ്ബേ നിനക്കാണ് സ്തുതി. ഈ അൽഹംദുലില്ലാഹ് ഈ വാക്കാണ് സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് കഴിഞ്ഞപ്പോ ആദ്യം ചൊല്ലിയ വാക്കെന്താണ്? അൽഹംദുലില്ലയാണ്. ആദം നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു തആല ആത്മാവ് ശരീരത്തിലേക്ക് സന്നിവേശിപ്പിച്ചതിന്റെ ശേഷം
ആദം നബി അലൈഹിസ്സലാം ആദ്യം ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ ആദ്യം അവരിൽ നിന്ന് ഉണ്ടായ പ്രവൃത്തി തുമ്മലായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ആദം നബി അലൈഹിസ്സലാം തുമ്മി, സ്നീസാണ് ആദ്യം ഉണ്ടായത്. തുമ്മിയപ്പോൾ റൂഹ് അല്ലാഹു തആല ആ കളിമണ്ണിന്റെ രൂപത്തിലേക്ക് അല്ലാഹു റൂഹ് കൊടുത്തപ്പോ ആദം നബി അലൈഹിസ്സലാം തുമ്മുകയാണ് ഉണ്ടായത്. തുമ്മിയപ്പോൾ മലക്കുകൾ പറഞ്ഞു, ഖുൽ അൽഹംദുലില്ലാ, ആദം നബിയെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞേക്കണം. ഫഖാല അൽഹംദുലില്ലാ, ആദം നബി അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞു. യർഹമുകല്ലാ എന്ന് മലക്കുകൾ അതിന് മറുപടിയും പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഒരാൾ തുമ്മുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയൽ വളരെ സുന്നത്തുള്ളൊരു കാര്യമാണ്. തുമ്മുമ്പോ അൽഹംദുലില്ലാ. 3-4 തുമ്മല് ആകെ തുമ്മലിന്റെ അസുഖമാണെങ്കിൽ അപ്പൊ അൽഹംദുലില്ലാ എന്ന് പറയണോ? അൻത മസ്കൂം, അങ്ങനെ പറയാം. നിനക്ക് തുമ്മല് ബാധിച്ചതാണ്, നിനക്ക് യു ഹാവ് കോൾഡ്, നമുക്ക് കോൾഡ് ബാധിച്ചതാണ് എന്ന് അൻത മസ്കൂം എന്ന് പറയും. അതല്ല, ഒരു തുമ്മലങ്ങ് വന്നു, ഇടക്ക് വന്നു, നിരന്തര തുമ്മലിന്റെ അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവും. അവർക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. പക്ഷേ ചിലർക്കത് പറയാൻ പറ്റാത്ത വിധം അത്രക്ക് തുമ്മൽ വരും. അത് കേൾക്കുമ്പോൾ അൻത മസ്കൂം, അയാൾക്ക് വേണ്ടി ശിഫായിന് വേണ്ടി ദുആഇർന്നു കൊടുക്കുകയും ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണ്, നമ്മുടെ വല്യപ്പ ആദ്യം തുമ്മുകയാണ് ഉണ്ടായത്. തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ വാക്ക് അൽഹംദുലില്ലാ. ജന്മം കിട്ടിയപ്പോൾ ആദ്യം പറയുന്ന വാക്കതാണ്, അല്ലാഹുവേ നിനക്ക് സ്തുതി പടച്ചവനെ, നിനക്ക് നന്ദി അല്ലാഹ്. നമ്മൾ മരിച്ചു കിടന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ഓരോ ദിവസവും മരിച്ചെഴുന്നേൽക്കുന്നവരാ നമ്മൾ. ഉറക്കം കഴിഞ്ഞ് ഉറക്കത്തിന് എഴുന്നേൽക്കൂലേ? ആ എഴുന്നേൽക്കലൊരു ജന്മമാണ്. മരണത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കെന്താണ്? അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. പടച്ചവനെ, എന്നെ മരിപ്പിച്ചതിന്റെ ശേഷം നീ എനിക്ക് ജീവൻ തന്നുവല്ലോ അല്ലാഹ്, നിനക്ക് സ്തുതി പടച്ചവനെ. അൽഹംദുലില്ലാഹ്.